സംഗീത പരിപാടിയിൽ ലെബനൻ സായുധ സംഘം ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവരുടെ പതാക പ്രദർശിപ്പിച്ചതിന് പ്രശസ്ത ഐറിഷ് ബാൻഡായ നീക്യാപ്പിലെ അംഗത്തിനെതിരെ കേസെടുത്തിരുന്നു UK. 3 അംഗ ബാൻഡായ നീക്യാപ്പിലെ മോച്ചാര എന്നറിയപ്പെടുന്ന ലിയാം ഒ ഹാനെയ്ദിനെതിരെ ഭീകരവാദ കുറ്റമാണ് മെട്രോപൊളിറ്റൻ പോലീസ് ചുമത്തിയത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുന്ന ബാൻഡ് ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ നിലപാടെടുക്കുന്ന കലാകാരന്മാരെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമാണ് കേസെന്നായിരുന്നു പ്രതികരിച്ചത്. ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന സാമൂഹ്യവും സാംസ്കാരികവുമായ പൊളിച്ചെഴുത്തുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് ആരാധകരും അപകടകാരികളായ തീവ്രവാദികളെന്ന് വിമർശകരും കരുതുന്ന നീക്യാപ്പ് ബാൻഡ് ആരാണ്? പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മോച്ചാര അഥവാ ലിയാം ഒ ഹാനെയ്ദ്, മൊഗ്ലായ് ബാപ്പ് അഥവാ നാവോയ്സ് ഒ കൈറയിലേൻ, DJ പ്രോവെയ് അഥവാ JJ ഒ ഡോചാർട്ടായി എന്നിവർ ചേർന്ന് 2017 രൂപം നൽകിയ റാപ്പ് ബാൻഡാണ് നീക്യാപ്പ്. പ്രതിഷേധക്കാർക്ക് നേരെ മുട്ടിന് വെടിവെക്കുക എന്നത് അർദ്ധസൈനിക വിഭാഗങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു. അതിൽ നിന്നാണ് നീക്യാപ്പ് എന്ന പേരും ബാൻഡ് സ്വീകരിച്ചത്. സ്വത്വ രാഷ്ട്രീയവും ആക്ഷേപഹാസ്യങ്ങളും നിറഞ്ഞ ഐറിഷ് ഇംഗ്ലീഷ് വരികളാണ് നീക്യാപ്പിന്റെ പ്രത്യേകത. ഐറിഷ് ഭാഷയുടെ പ്രതിരോധം എന്ന നിലയ്ക്കും നീക്യാപ്പ് റാപ്പുകൾ വിലയിരുത്തപ്പെടാറുണ്ട്. നിലവിൽ UKയുടെ ഭാഗമായ വടക്കൻ അയർലൻഡിനെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനോട് ചേർക്കണമെന്ന ഐറിഷ് റിപ്പബ്ലിക്കൻ മുന്നേറ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് നീക്യാപ്പ് ബാൻഡ്. അവരുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ, പ്രകടനങ്ങൾ എന്നിവ അവയുടെ തീവ്ര സ്വഭാവത്തിന്റെ പേരിൽ പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 പിന്നാലെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നവർ കൂടിയാണ് നീക്യാപ്പ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലെ ഐറിഷ് പ്രതിരോധ പ്രവർത്തനം പോലെയാണ് ഫലസ്തീന്റെ ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പെന്നാണ് നീക്യാപ്പിന്റെ നിലപാട്. അവരുടെ എല്ലാ ഷോകളിലും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും പതിവാണ്. കഴിഞ്ഞ മാസം കാലിഫോർണിയയിലെ കോച്ചെല്ല മ്യൂസിക് ഫെസ്റ്റിവലിൽ ഇസ്രായേലിനെതിരെ നടത്തിയ പ്രയോഗങ്ങൾ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. കോച്ചെല്ല ഫെസ്റ്റിവൽ പോലെ അന്താരാഷ്ട്ര പ്രസിദ്ധിയാർജിച്ച പരിപാടിയിലും ഫലസ്തീന് വേണ്ടി സംസാരിക്കാൻ അവർ മടിച്ചിരുന്നില്ല. കടുത്ത ഭാഷയിലായിരുന്നു നീക്യാപ്പ് ആ വേദിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചത്. ഫലസ്തീനികളുടെ വീടുകളിലേക്ക് ആകാശത്ത് നിന്ന് ബോംബാക്രമണം നടത്തുകയാണ് ഇസ്രായേലികൾ. അതിനെ വംശഹത്യ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അതിനെ വിളിക്കുക? ഇതായിരുന്നു കോച്ചെല്ല വേദിയിൽ ബാൻഡ് അംഗം മോച്ചാരയുടെ ചോദ്യം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും UKയുടെ നയങ്ങളെയും കുറിച്ചുള്ള നീക്യാപ്പ് ബാൻഡിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് UK രഹസ്യാന്വേഷണ ഏജൻസി മെയ് ആദ്യം പറഞ്ഞിരുന്നു. പിന്നാലെയായിരുന്നു ബാൻഡ് അംഗത്തിനെതിരെ ഭീകരവാദ കുറ്റം ചുമത്തപ്പെടുന്നത്. 2024 നവംബർ 21 നടന്ന പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മോച്ചാരയ്ക്കെതിരായ കേസ്. അന്നു നടന്ന പരിപാടിയിൽ മോച്ചാര ലെബനൻ സായുധ സംഘം ഹിസ്ബുള്ളയുടെ പതാക എടുത്തുകാട്ടുകയും അവർക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വീഡിയോയെ തെളിവാക്കിയെടുത്തുകൊണ്ടാണ് മെയ് 21 ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2024 സെമി ഫിക്ഷൻ സ്വഭാവമുള്ള നീക്യാപ്പ് എന്ന സിനിമയും പുറത്തിറങ്ങിയിരുന്നു. ബാൻഡിന്റെ കഥ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. 6 ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡുകൾ ഉൾപ്പെടെ ചിത്രം അന്ന് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു.